ഒരാൾ ദൈവവചനം സംസാരിക്കുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ കൈക്കൊള്ളാം. ഒന്ന് മാനുഷികമായി കൈക്കൊള്ളാം, മറ്റൊന്ന് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി കൈക്കൊള്ളാം. മാനുഷികമായി കൈക്കൊണ്ടാൽ അതിനകത്ത് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്നാൽ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടാൽ ആ വചനം വ്യാപരിക്കും, അല്ലെങ്കിൽ വചനം പ്രവർത്തിക്കും. 3 ശബത്തിനകത്ത് ആരംഭിച്ച സഭയാണ് തെസ്സലോനിക്ക സഭ. 3 ശബത്ത് കൊണ്ട് ഒരു പട്ടണത്തിന്റെ അകത്ത് സഭയ്ക്ക് അടിസ്ഥാനം ദൈവമുണ്ട്. ഇതിന് കാരണക്കാരായത് അപ്പോസ്തലനായ പൗലോസാണ്. ലേഖനം എഴുതുമ്പോൾ തന്നോട് കൂടെ മറ്റു 2 പേരും കൂടെയുണ്ട്. ഒന്ന് തിമോത്തിയോസാണ്, മറ്റൊന്ന് സിൽവാനോസാണ്. ഈ 3 പേരടങ്ങുന്ന ഈ ടീം തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം സാക്ഷാലാകുന്നത് പോലെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൈക്കൊണ്ട വചനം ഇന്നും നിങ്ങൾക്കായി വ്യാപരിക്കുന്നു. ഇവർ കൈക്കൊണ്ട വചനം പൗലോസിന്റേതോ തിമോത്തിയോസിന്റേതോ ശീലാസിന്റെയോ വാക്കുകളായിട്ടല്ല കരുതിയത്. എന്നൂടെ പറയാം, പാസ്റ്ററുടെ വാക്കായിട്ടല്ല കരുതിയത്. 3 ശബത്തിൽ പ്രസംഗിച്ച, തെളിയിച്ച യേശു കർത്താവിനെ കുറിച്ചുള്ള ആധികാരികമായ വചനം അവർ കൈക്കൊണ്ടത് പൗലോസിന്റെ വാക്കുകളായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ വചനമായിട്ടാണ്. 3 ആഴ്ച കൊണ്ട് ശുശ്രൂഷ അവിടുന്ന് അവസാനിപ്പിച്ച് പോകേണ്ടതായി വന്ന ഈ അപ്പോസ്തലന്മാർ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുതിയ ലേഖനത്തിന്റെ അകത്ത് ആ സഭയുടെ നിലനിൽപ്പ് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച വചനം മാനുഷികമായിട്ടല്ല നിങ്ങൾ കൈക്കൊണ്ടത്. മാനുഷികമായിട്ടായിരുന്നുവെങ്കിൽ ഈ പിന്നിട്ട മാസങ്ങളിൽ നിങ്ങൾ തകർന്നു പോയേനെ. മാനുഷികമായിട്ടായിരുന്നു നിങ്ങൾ കൈക്കൊണ്ടത് എങ്കിൽ ഈ പിന്നിട്ട ആഴ്ചകളിലും മാസങ്ങളിലും നിങ്ങൾ ഉപദ്രവം സഹിച്ച് തകർന്നു പോയേനെ. നിങ്ങൾ തിരികെ സിനഗോഗിലേക്ക് അല്ലെങ്കിൽ വിഗ്രഹാരാധനയിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയേനെ. എന്നാൽ ഒത്തിരി ഉപദ്രവം ഉണ്ടായിട്ടും, ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിട്ടും, മരണത്തിന്റെ സാഹചര്യം പോലും മുൻപിൽ വന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നിന്നു? എന്തുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുന്നു? ഒന്നും കൂടെ പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ, നിങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് വചനം വ്യാപരിച്ചത് കൊണ്ടാണ്. വചനം വ്യാപരിച്ചത് കൊണ്ടാണ്. സാക്ഷാൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ എന്താണോ സ്വീകരിച്ചത്, എങ്ങനെയാണോ സ്വീകരിച്ചത്, ആ വചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കാൻ കഴിയും. ആ വചനത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയും. ഒരു ശുശ്രൂഷകൻ അടുത്തില്ലാത്ത സമയത്ത്, സഹവിശ്വാസികൾ അധികമൊന്നും ആരുമില്ലാത്ത, ആർക്കും വരാൻ കഴിയാത്ത ഇടങ്ങളിൽ ഒറ്റപ്പെടലോ വേദനയോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അന്ന് നാം പ്രാപിച്ച, അന്ന് കൈക്കൊണ്ട വചനത്തിന് ഇന്നും പ്രവർത്തിപ്പാൻ കഴിയും. ഇന്നും നമുക്ക് വേണ്ടി വ്യാപരിപ്പാൻ കഴിയും. വചനം വ്യാപരിക്കുകയും അതിവേഗം ഓടുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. ശക്തിയില്ലാതെ പോകുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ മനോഭാവം കൊണ്ടാകാം. ഇന്നയാള് പ്രസംഗിച്ചതല്ലേ, ഇന്ന വ്യക്തി സംസാരിച്ചതല്ലേ, നമ്മളിതെത്ര കേട്ടിരിക്കുന്നു. ആ നിലവാരത്തിലേക്ക് വന്നാൽ വചനത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ വചനം ലോഗോസ്, റേമ ആയി മാറുമ്പോൾ നമുക്ക് അത് വിടുതലാണ്, നമുക്കതൊരു അനുഗ്രഹമാണ്. കാലം എത്ര മുൻപോട്ട് പോയാലും, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന് മാറ്റമില്ല. അത് ഉളവാക്കുന്ന വചനമാണ്, സൃഷ്ടിപ്പിന്റെ വചനമാണ്, അത് പ്രവർത്തിക്കുന്ന വചനമാണ്. കഫർന്നഹൂമിലിരിക്കുന്ന രാജവൃത്തിന്റെ മകനെ കാനാവിൽ ഇരുന്ന് വചനം അയച്ച് കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പാണ്, നമ്മൾ കേൾക്കുന്ന വചനത്തിന് ജീവൻ തരാൻ കഴിയും, മരണത്തെ തോൽപ്പിക്കാൻ കഴിയും.